ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ഇളനീർ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയായിരുന്നേ. അപ്പോൾ അവിടെ നല്ലൊരു ഇളനീർ പായസം കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അന്നേ ഞാൻ പറഞ്ഞായിരുന്നു ബർത്ത്ഡേക്ക് നമുക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ എല്ലാ ഇളനീരെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടനും കൂടെ വേഗം പുറത്ത് പോകുമായിരുന്നു കേട്ടോ. ഈ മനുഷ്യൻ തന്നെ നോക്കാത്ത നേരെ പഴമുതിർച്ചോലിലാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് നേരെ കേക്ക് വാങ്ങിക്കാൻ പോയി. കേക്ക് വാങ്ങിക്കാൻ ആദ്യം കൂടെ വരണം, സ്കൂളിൽ നിന്ന് വന്നിട്ട് വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞായിരുന്നേ. ശരി, അപ്പോൾ ഞാനും ഏട്ടനും വിചാരിച്ചു എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കാം. കുട്ടികൾക്ക് സർപ്രൈസ് പറയുമ്പോൾ ഇഷ്ടമാണല്ലോ. അങ്ങനെ ഞങ്ങൾ തന്നെ പോയി. കുട്ടികളൊന്നും കാത്തു നിന്നില്ല. അങ്ങനെ അവിടെ പോയപ്പോഴാണ് ഏത് ഫ്ലേവർ വാങ്ങിക്കണം, ഏത് ടൈപ്പ് വാങ്ങിക്കണം എന്ന് ഒരേ കൺഫ്യൂഷൻ. പിന്നെ അങ്ങനെ എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ മാംഗോ ഫ്ലേവർ പറഞ്ഞു. പിന്നെ പേരൊക്കെ എഴുതാൻ പറഞ്ഞു. ആദ്യക്കുട്ടി എന്ന് എഴുതിയതിൽ അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇതെന്താ ആദ്യക്കുട്ടി എന്നാണ് എഴുതിയത്, അയ്യേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വാങ്ങി ഇവിടെത്തുമ്പോഴേക്കും ഉച്ചയായിട്ടോ. പിന്നെ വന്ന് വേഗം ഭക്ഷണം കഴിച്ചു. നല്ല വിശപ്പായി. പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പായസം ഉണ്ടാക്കാൻ നിന്നേ. അപ്പോൾ ഒന്നുമില്ല, ഇളനീരെല്ലാം ചെറിയ ചെറിയ പീസാക്കി മാറ്റി വെച്ച്, കഷ്ണങ്ങളാക്കി മാറ്റി വെച്ച്, പിന്നെ കുറച്ച് പാലും ചേർത്ത് അരച്ച് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു കടായി വെച്ചിട്ട് അതിൽ പാല് കാച്ചാനായിട്ട്, പാക്കറ്റ് പാലൊന്നുമല്ല, നമ്മൾക്ക് കൊണ്ടുവരുന്ന പാലൊന്നുമായിരുന്നു, അത് ഞാൻ കാച്ചാൻ വെച്ചു. അത് നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് പഞ്ചസാര, ശരിക്കും ഞാൻ റോ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. ഏലക്കയുടെ ഫ്ലേവറോ വേറെ നട്ട്സോ ഗീയോ ഒന്നും ചേർക്കുന്നില്ല. ഇത് മാത്രം പാല്, പഞ്ചസാര, പിന്നെ ഈ ഇളനീരുടെ കുറച്ച് പൾപ്പ് അരച്ചതും പീസസും മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മിൽക്ക് മെയ്ഡ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇങ്ങനെ കഴിക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് തോന്നി. എല്ലാവർക്കും ഇഷ്ടമായി, കുട്ടികൾക്കും ഏട്ടനൊക്കെ ഇഷ്ടമായി. അപ്പോഴേക്ക് ആദ്യം വന്നു. എന്താ ഗിഫ്റ്റാണോ? ഇവിടെ ഭക്തിഗാനങ്ങൾ എപ്പോഴും വെക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണല്ലോ. അപ്പോൾ വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് ആ ഒരു സമയത്ത് കുട്ടികൾ വന്ന തിരക്കും, അവർക്ക് ഫുഡ് കൊടുക്കണം, കുറച്ചുകൂടി പണി എനിക്കുണ്ടായിരുന്നേ. അപ്പോൾ വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏട്ടന് ഒരു കോളുണ്ട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പതുക്കെ കേക്ക് കട്ട് ചെയ്യാറുണ്ട്. അതേ ഒരു സാധനം കണ്ടില്ല, ഇത് ഗിഫ്റ്റാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഞാൻ കേക്കിൻ്റെ അടുത്ത് വെച്ചതാണ്. ദൈവം ഇവിടെ നിന്ന് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട്. ആദ്യം മിന്നുവിനെ മാതിരി അല്ല കേട്ടോ, മിന്നു സൈലന്റ് ആണ്. ആദ്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പട്ടത്തരം കാണിക്കുന്ന കൂട്ടത്തിലാണ്. ഹേ മിന്നു, എണീക്ക് കൂട്ടാ, എന്താണ്? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ആദി. ഞാൻ വീഡിയോ എടുക്കുന്ന ആൾക്ക് ആദ്യം തരാൻ പറ്റില്ല, ലാസ്റ്റ് പറ്റില്ല. അച്ഛനോടുക്ക് കാണുന്നില്ല. ആ എടേ മിന്നിനോടുക്ക്. എനിക്ക് ആരും തരുന്നില്ല, ഞാൻ മാത്രം എടുത്ത് കഴിക്കേണ്ടി വരുമോ? കാണുന്നുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ മുത്തു. ആണോ ബർത്ത്ഡേ? അല്ല, മൂത്തൊക്കെ വാരി പൊത്തി വെച്ചു. കൊടുക്ക്, നിന്റെ സിസ്റ്റർക്ക് കൊടുക്കടി. ഒന്നും എന്റെ കേക്ക് അവിടെ പോയിട്ടില്ലേ? മാംഗോ ഫ്ലേവർ. കേക്ക് ഭയങ്കര ക്രീം ആയതുകൊണ്ടാണല്ലേ? അടുത്തത് കപ്പ് കേക്ക്. പിന്നെ കപ്പ് കേക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളെപ്പോഴും ആരുടെ ബർത്ത്ഡേ വന്നാലും പുറത്ത് ഫുഡ് കഴിക്കാൻ പോവും, ലഞ്ചോ ഡിന്നറോ എന്തെങ്കിലും. പ്രാവശ്യം ഒന്നിനും പോയില്ല. ഇനിയിപ്പോ രാത്രി നിങ്ങൾക്ക് കോൾ ഉണ്ട്, വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താണ്. പിന്നെ രാത്രിക്ക് നമ്മൾക്ക് ദോശ സാമ്പാറൊക്കെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് സൺഡേ പുറത്ത് പോവാം. ബൈ. അടുത്ത വീഡിയോയിൽ കണ്ടുവരിക്കും. എല്ലാവർക്കും ബൈ.